വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ നേരത്തെ റിഷാദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സ്ഥാപനം വന്നതിന് ശേഷം പലതവണ ബഹുമാന്യനായ നമ്മുടെ ഷംസുദ്ദീൻ സാഹിബ് MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ വരികയും നമ്മുടെ ഈ സ്ഥാപനത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. എന്നാൽ മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പം ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ എടത്തനാട്ടുകരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. വിശാലമായ പള്ളി, അതുപോലെ തന്നെ 200 ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന മദ്രസ, അറബി കോളേജ്, 50-ലധികം വിദ്യാർത്ഥികൾ ഇതിനകം ഹാഫിളുകളായി പുറത്തിറങ്ങിയ ഹിഫ്ള് കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആൻ പ്രീ സ്കൂള്, ഇങ്ങനെ തുടങ്ങി 4-5 സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്വീകരണം എന്ന നിലക്ക് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ആ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെയും നമ്മുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കൂട്ടായ്മയിൽ മന്ത്രിയായതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ആലത്തിയൂരിൽ നമ്മുടെ മദ്രസ സംസ്ഥാന തലത്തിലുള്ള മദ്രസ പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം രണ്ടാമതായിട്ട് ഇവിടെ നമ്മുടെ ഈ എടത്തനാട്ടുകര, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയായ എടത്തനാട്ടുകരയിലാണ്, നമ്മുടെ സ്ഥാപനത്തിലാണ്, നമ്മുടെ ഒരു വേദിയിൽ അദ്ദേഹം വരുന്നത്. നമുക്ക് ഏറെ സന്തോഷം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ളത്, ഒരു മന്ത്രി എന്നതിലപ്പുറം നമ്മുടെ ഒരു സുഹൃത്തായി, ഗുണകാംക്ഷിയായി, ഏത് സമയത്തും നമുക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് എന്നത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അവരെ കാണാൻ വേണ്ടി പോയിരുന്നു. വളരെ തിരക്ക് പിടിച്ച സന്ദർഭമായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു മഹ്ശറിൽ ചെന്ന പോലെയാണ്. പക്ഷെ അവിടെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലും വളരെ സമയമെടുത്തുകൊണ്ട് പ്രത്യേക സമയവും സ്ഥലവും നിശ്ചയിച്ച് നമ്മുടെ ദൗത്യ സംഘത്തെ അദ്ദേഹം വളരെ പരിഗണനീയമായി തന്നെ പ്രത്യേകം കാണുകയും വിശദമായി നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിച്ച നിവേദനം അവിടെ വെച്ചുകൊണ്ട് തന്നെ വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിലും നമ്മുടെ ഈ കൂട്ടായ്മക്ക് അദ്ദേഹം വളരെ വലിയ പരിഗണനയാണ് അന്ന് നൽകിയത്. അതിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും കൂടി ഈ ഒരു വേദിയിൽ ഞാൻ പ്രത്യേകം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇത് തുടർന്നും ഉണ്ടാകും. അതുതന്നെയാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരുപാട് പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. വേഗം അദ്ദേഹത്തെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കണം, കാരണം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒറ്റവാക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ, വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണ് പറഞ്ഞു വെച്ച എല്ലാവരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ധാർമ്മികത പുറത്തു പോവുകയോ പുറത്താക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ആ കഴിഞ്ഞ 10 കൊല്ലത്തെ വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. മുമ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് കുറ്റം. സദാചാരം എന്ന വാക്ക്, ധാർമ്മികത എന്ന വാക്ക്, മര്യാദ എന്ന പദം, ഇതൊക്കെ വലിയ പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന, അവർ കുറ്റം ചെയ്യുന്നവരായിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് ഈ കഴിഞ്ഞൊരു 10 വർഷമായി നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെ കുറേ അനുരണനങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും തീർച്ചയായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു, പുതിയ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിയുകയും ആ ധാർമ്മിക വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് തന്നെ കേരളത്തിൻ്റെ വിദ്യാലയ അന്തരീക്ഷത്തെ തിരിച്ചു കൊണ്ടുവരുന്ന വിഷയത്തിൽ പ്രായോഗികമായ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തുകളും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയുണ്ട്. അത് ഈ സന്ദർഭത്തിൽ കൂടുതൽ ഈ സദസ്സിൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ
ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ വിദ്യാഭ്യാസ മന്ത്രിമാരും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ആ വകുപ്പിൽ ഇറങ്ങിപ്പോയിട്ടുള്ളത്. ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ സാഹിബിനും അതിന് കഴിയും. അതിനുള്ള കാലിബറും അറിവും കഴിവും മികവും അത് പ്രകടിപ്പിക്കുവാനുള്ള എല്ലാവിധ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു മന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. PMCയുമായി ബന്ധപ്പെട്ട വിഷയം, അതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നമ്മൾ പല രീതിയിൽ പെടുത്തിയിരുന്നു. അതിന്റെ സമിതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പലപ്പോഴും ഉറപ്പു തന്നിട്ടുണ്ട്, കാവ്യവൽക്കരണത്തിന്റെ ഒരവസ്ഥക്ക് ഒരു കാരണവശാലും വാതിൽ തുറന്നു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഞങ്ങളോടൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട്. സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഇഷ്യൂസുകൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും നമ്മൾ എന്താണോ ഇത്രകാലം പറഞ്ഞത് അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഗവൺമെന്റിന്റെ തൂഫാൻ പ്രോഗ്രാമും അതേപോലെ തന്നെ ഇപ്പോൾ ഈ തൊപ്പി പോലെയുള്ള യൂട്യൂബർമാർക്ക് എതിരെ എടുത്ത ആക്ഷനുമൊക്കെ വിദ്യാലയ അന്തരീക്ഷത്തിലേക്കും കുട്ടികളിലേക്കുമൊക്കെ ധാർമ്മികതയും സദാചാരവും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ക്ലൈമറ്റ് രൂപപ്പെട്ടു വരുന്നു എന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അത് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആമുഖ സംസാരം അവസാനിപ്പിക്കുന്നു. ഇനി ഇവിടെ പ്രധാനമായിട്ട് നടക്കാനിരിക്കുന്ന കാര്യങ്ങളോട് അനൗൺസ് ചെയ്യും. അതിൽ ചില ഉപഹാരങ്ങളാണ്. അതിൽ നമ്മുടെ സുൽഫീഖർ അലി ഇസ്ലാഹി, ഡോക്ടർ സുൽഫീഖർ അലി ഇസ്ലാഹി PhD കിട്ടി. അദ്ദേഹം നമ്മുടെ പ്രവർത്തകനാണ്, അധ്യാപകനാണ്. അദ്ദേഹത്തിനുള്ള ഉപഹാരമുണ്ട്. പിന്നെ നമ്മുടെ ഹിഫ്ള് സ്ഥാപനത്തിൽ നിന്ന് LSS വിജയികളായ കുട്ടികളുണ്ട്. വലിയൊരു കാര്യമാണ്. ഖുർആൻ മനഃപ്പാടമാക്കുന്നതോടൊപ്പം തന്നെ ഈ LSS പഠിച്ചെടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ആ കുട്ടികൾക്കുള്ള സമ്മാനവും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്ഥാപനത്തിലും ഒരു കുട്ടിക്ക് വീതം മികവിനുള്ള സമ്മാനവും അദ്ദേഹം നൽകും. അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസാരവും കഴിഞ്ഞ് ഈ ഒരു ചടങ്ങ് അവസാനിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട സ്നേഹിതൻ TK അഷ്റഫ് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളൊക്കെ എല്ലായ്പ്പോഴും നല്ല ആശയവിനിമയം ഉള്ളതാണ്. ഇപ്പോഴായിട്ടല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ പല സംഗതികളുമുണ്ട്. യുവതലമുറയിൽ ഉണ്ടാകുന്ന അഭിരുചിയിലെ മാറ്റം, അതുപോലെ തന്നെ അതിനെയൊക്കെ സ്വാധീനിക്കാൻ മറ്റ് പല കോണുകളിൽ നിന്ന് വരുന്ന അപകടകരമായ നീക്കങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സമയത്ത് കടക്കുന്നില്ല. ഞങ്ങൾ വളരെ വൈകിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇനിയും ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ പലപ്പോഴായി എനിക്ക് സന്ദർശിക്കാനും വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ച് നിലനിർത്തി പോകുന്നത്. തീർച്ചയായും അതൊക്കെ ഇനിയും നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വീണ്ടും ഈ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ അവസരമുണ്ടായി. നിങ്ങൾ എന്നെ ജയിപ്പിച്ചു. അപ്പോ സംസ്ഥാനത്തൊരു പുതിയ ഗവൺമെന്റ് വന്നപ്പോ ഇതെല്ലാം പരിഗണിച്ച് ആ ഗവൺമെന്റിലെ ഒരു ചുമതലയും ഈ വിനീതനെ ഏൽപ്പിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു പങ്കാളിത്തം ലഭിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തിന്റെയും ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും ചുമതല ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. 2 മാസം പിന്നിട്ടു. ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് ഈ ചുമതല കൈമാറ്റം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ജോലിഭാരം ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ പുസ്തകം എത്തണം, യൂണിഫോം എത്തണം, പ്രവേശനോത്സവങ്ങൾ നടത്തണം, ഫിറ്റ്നസ് കിട്ടാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ, അധ്യാപകരുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പൊ അതിലെല്ലാം
ഇടപെടേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെയായി കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും അവിടെ നമ്മുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും കേരളത്തിന്റെ സാംസ്കാരിക തനിമക്കും അതുപോലെ തന്നെ നമ്മുടെ മതേതര ബോധത്തിനും നിരക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറയും നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിനൊക്കെ അനുസൃതമായ പരിശ്രമങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകും എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും 2-3 പരിപാടികൾ, അതും സ്കൂളുകളിലാവുമ്പോൾ 4-4:30 മണിയാകുമ്പോൾ സ്കൂൾ വിടും. അതിനു മുമ്പ് എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ വെക്കാൻ നിങ്ങൾക്കൊക്കെ അർഹതയും യോഗ്യതയും എൻ്റെ കാര്യത്തിലുണ്ട്. നിങ്ങളൊക്കെ പറയുന്ന, നിങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചായിരിക്കും നമ്മൾ ഈ ചുമതലകളുമായി മുന്നോട്ട് പോവുക. ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു പുതിയ ഉത്തരവാദിത്വം, 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല ലഭിച്ചു. അതിൽ നിങ്ങൾക്കൊക്കെയുള്ള സന്തോഷം രേഖപ്പെടുത്തി. നേരിട്ട് ഞങ്ങളൊക്കെ ഇതിനു മുമ്പേ പലപ്പോഴും കണ്ടതാണ്. എന്നിരുന്നാലും ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് ഈ സ്ഥാപനത്തിന്റെ പേരിൽ അത് രേഖപ്പെടുത്തി. തീർച്ചയായും ഇത്തരം നല്ല വാക്കുകൾ, ഇത്തരം സന്തോഷ പ്രകടനങ്ങൾ സ്നേഹജനങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് ഈ പൊതു ചുമതലകൾ വഹിക്കാൻ ഞങ്ങൾക്കും വലിയ ഊർജമാണ് നൽകുക. വലിയ ആത്മവിശ്വാസവും പിന്തുണയുമാണ് അതുവഴി ഞങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. അതിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്ക് നിരന്തരം കാണാം, സംസാരിക്കാം, സംവദിക്കാം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.